എന്നത്തേം പോലെ പതിവ് പരിപാടികളുമായിട്ട് രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒന്നുമില്ല, വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ശമ്പളം വാങ്ങുന്നതല്ലേ, സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി. അതിൻ്റെ വർക്കിംഗ് ഡ്രസ്സാണ്, മുട്ടിൻ്റെ അടിയിൽ കണ്ട് ഇനി അത് മപ്പിച്ച് തൂങ്ങണ്ട. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു ഭയങ്കരമായ ശരീരി. എടാ, ഞാൻ എത്ര ദിവസമായി ഇവിടെ ഇരിക്കുന്നത്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്നൊന്നും മൈൻഡ് ചെയ്യറാ. ഇത് കേട്ട ഞാൻ നേരെ പോവുകയായിരുന്നു. നേരെ യൂട്ടേൺ അടിച്ച് വന്നിട്ട് നമ്മുടെ കൂനിപ്പറ അടിയിലേക്ക് നോക്കുമ്പോൾ ആരേത്? എടാ, ഇത് ഞാൻ തന്നെ. നീ വഴി സിമെന്റ് കലക്കിയിട്ട് ഒരു പെട്ടിയിൽ വെച്ചിട്ട് ഇത് ചെടിച്ചട്ടിയാന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തില്ലേ? എടാ, എന്നൊന്ന് പൊട്ടിച്ച് പിള്ളേരെ കാണിക്കടാ. ഒന്നും പേടിക്കണ്ട ആശാനെ, ഇന്ന് നമ്മൾ സെറ്റാക്കിയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ ഒരു ചെടിച്ചട്ടിയെ കുറിച്ചാണ്. സംഭവം എന്താവും എങ്ങനെയാവും എന്നൊന്നും ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഇതിൻ്റെ പരിപാടിയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് എടുത്തു നോക്കാഞ്ഞത്. കാരണം ഇത് പൊട്ടിപ്പോയി അതല്ലെങ്കിൽ വിജയിച്ചില്ല എന്ന് പറയാൻ ഒരു ചെറിയ മടി. എന്തായാലും സാധനം എടുത്ത് അതിൻ്റെ ഉള്ളിലുണ്ടായ കട്ടിക്ക് വെച്ച മണ്ണെടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോൾ എൻ്റെ കിളി പാറി മച്ചാമാരെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത ഫില്ലിങ് കയറുന്നു പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പെട്ടി പൊളിച്ചു നോക്കിയപ്പോൾ വേറെ ലെവല് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിയിട്ട് ഞാൻ കുറച്ചേച്ച് എണീച്ചിക്കേണ്ട സാധ്യത. ഉള്ളിലേക്ക് കയറ്റി വെച്ച ചെറിയ പെട്ടി പുറത്തേക്ക് ഇറക്കാൻ ഇമ്മിണി പാടുപെട്ടെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ ഉള്ളിലുള്ള വിശാലമായ സ്പേസ് കണ്ടപ്പോൾ ഞാൻ കൃതാർത്ഥനായി. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ വിജയമാണ് ഈ ചെടിച്ചട്ടി എനിക്ക് തന്നിട്ടുള്ളത്. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണെന്ന് സാമേ എന്ന് ചോദിക്കാനുള്ളവരോട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യം ചെയ്തിട്ട് അതിലൊരു ചെറിയ വിജയം കിട്ടുന്നൊരു സന്തോഷമില്ലേ? ആ സന്തോഷത്തിലാണ് ഈ വോയിസ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർഡ്ബോർഡിൻ്റെ പേപ്പറെല്ലാം പൂർണ്ണമായും ഒലിച്ച് കളഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഉള്ളിലും മുകൾ ഭാഗത്തും അടിഭാഗത്തും ഒന്ന് റബ്ബ് ചെയ്യൽ അത്യാവശ്യമാണ്. കാരണം എന്നാലേ അതൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. പക്ഷേ സൈഡ് ഭാഗം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അത്രയും ഫിനിഷിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത്. ആ രൂപത്തിൽ തന്നെ മുകളിലും നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം വേറെ ലെവലാവും. ഇതിനെ ഒന്ന് കളർ കൊടുത്താലോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇഞ്ചി വെച്ച് കൊടുത്താലോ എന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നും വെറുതെ അല്ല, ആരും ചെറുതല്ല. അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ ഇനി ചെയ്യാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. മാസലാമ.